ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പം നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മൾ ഇന്നലെ ഊട്ടിയിലായിരുന്നു. ഇപ്പോഴും ഊട്ടിയിൽ തന്നെയാണ് സുഹൃത്തുക്കളെ. അപ്പം ഇന്ന് ഇവിടുന്ന് നേരെ നമ്മളത് വീട്ടിലോട്ട് തിരിക്കുകയാണ്. അപ്പം മൃദുലയുടെ ചുരിദാർ കണ്ട പള 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 തിളങ്ങണത്. അതെ, നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് കോയമ്പത്തൂർ, പാലക്കാട്, തൃശ്ശൂർ, അങ്കമാലി, കോട്ടയം, പാല ആൻഡ് കൊട്ടാരക്കര ആൻഡ് ട്രിവാൻഡ്രം കേസ്. അപ്പോൾ ആ റൂട്ടിലാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഏതാണ്ട് 450 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഇപ്പം ഗൂഗിൾ ടൈം കാണിക്കുന്നത് ഇന്ന് 10 മണിക്കാണ് പാകം തുടങ്ങിയെന്നാണ്. അത് എന്തായാലും 1 മണി 2 മണിയാകും. കാരണം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ ചെയ്ത് ഇതൊക്കെ പോകും, കുഞ്ഞുകൂടി ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഒക്കെ നമുക്കൊരു അബദ്ധം പറ്റി കേസ്. പറയണ ഫുള്ള് കാട ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഹോട്ടലൊന്നുമില്ല. ആകപ്പാടം ഉണ്ടായിരുന്ന ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ്. ഇവിടെ ആണെങ്കിൽ ദോശ ഒന്നും കിട്ടത്തില്ല, ചായ കിട്ടത്തില്ല. എനിക്ക് രാവിലെ ദോശ ഇഡലി വന്ന് ചായ കുടിച്ചാലും ഒരു എനർജി കിട്ടുള്ളൂ. രാവിലെ ചൈനീസാണ്. കുഴപ്പമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ. ആമ്പൂട്ടാ നമ്മുടെ മൈൻഡ് നോക്കണേ. ആമ്പൂട്ടാ ഞാൻ കൊഞ്ഞാണകത്ത് ചിരിക്കും കേട്ടോ. നോക്ക്, യോ ബോയ്. അതെ, കണ്ണൊക്കെ എഴുതി രാവിലെ എന്തുവാ അടിച്ചു വെച്ചിരിക്കുന്നത് പെയിന്റ്. ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ സുഹൃത്തുക്കളെ, അടിപൊളി വ്യൂ. നമ്മുടെ റെസ്റ്റോറന്റിന്റെ ആ സൈഡിൽ നല്ല വ്യൂ ആട്ടോ. വീട്ടിൽ പൊക്കോളാൻ വയ്യല്ലേ? നമ്മൾ ഒരാഴ്ച എൻജോയ് ചെയ്യുന്ന അടിപൊളിയായിരുന്നു. നമ്മൾ റോഡ് ട്രിപ്പ് എൻജോയ് ചെയ്ത്, ഊട്ടി അല്ല വയനാട് അതിലും സൂപ്പറായിട്ട് എൻജോയ് ചെയ്ത്. വയനാട്ടിൽ നമ്മൾ അവിടുത്തെ ചേട്ടന്മാരില്ലേ, ഭയങ്കര സ്നേഹമുള്ള ചേട്ടന്മാരായിരുന്നു. അപ്പോൾ അവർ തന്നെ കൊണ്ടു നടന്ന് കുറേ സ്ഥലങ്ങൾ കാണിച്ച് നല്ല ഹിഡൻ സ്പോട്ടുകൾ കണ്ട്. ഇവിടെ നീലഗിരി തേയില ഭയങ്കര ഫേമസ് ആട്ടോ. പോകുന്ന വഴിക്കൊക്കെ പക്ഷെ ഭയങ്കര റേറ്റുമാണ് ഇവിടെ. സത്യം പറഞ്ഞാൽ പക്ഷെ ഇവിടെ നിന്ന് ഉണ്ടാകുന്ന സാധനം ഇവിടെ ഭയങ്കര, നമ്മളായതുകൊണ്ട് മലയാളികളായതുകൊണ്ട് ഒരു റേറ്റ് കൂട്ടിയാണ് വാങ്ങുന്നത്. അത് ഒരുപാട് കടകളിൽ നോ നെഗോഷ്യബിൾ ആണ്. ഒരു നെഗോഷ്യബിൾ ഇല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫിക്സഡ് പ്രൈസ്. പക്ഷെ ഭയങ്കര റേറ്റ് ആട്ടോ. ഉണ്ട് വലിയ ടേസ്റ്റില്ല. ഇപ്പോൾ വരുന്ന വഴിക്ക് ഒരു മാഗി, ബ്രെഡ് ഓംപ്ലേറ്റ് എല്ലാം വാങ്ങിച്ചു, കഴിച്ചു. നമ്മൾ കാരണത്തിൽ തന്നെ കഴിച്ചു. ഗൈസ്, ലുക്ക് അറ്റ് ദാറ്റ് സിംഗം പോലീസ് വിത്തൗട്ട് ഹെൽമെറ്റ് ഗൈസ്. ഇവിടെ ക്യാമറ ഇല്ല, ഇവിടെ ആർക്ക് ഹെൽമെറ്റ് ഇല്ല. അപ്പോൾ നമ്മളിത് ആദിയോഗി എത്താറായിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞത് ഫ്രണ്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ടോള്. ഹേ ഗായ്സ്, അങ്ങനെ നമ്മളിത് ഇപ്പം നിൽക്കുന്നത് ആദിയോഗിയിലാണ് സുഹൃത്തുക്കളെ. ഈ പൊളി കേട്ടോ. ഇവിടെ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇതൊന്നും നല്ല തിരക്ക് കേട്ടോ. ഇവിടെ ഓരോ ഏക്കർ കണക്കിനാണ് ഇവിടെ പാർക്കിങ്. എങ്കിൽ ഇപ്പോൾ ഏറ്റവും തിരക്ക് കുറഞ്ഞ സമയമാണെന്ന് തോന്നുന്നു. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളപ്പം ഇവിടെ ഫുള്ളാണ്. അതുകൊണ്ട് ഇവിടുത്തെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്തതാണ്. ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ കണ്ടിട്ടുള്ള കേട്ടോ, നേരത്തെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. ഇവിടുന്ന് ദൂരെ നിന്ന് ഈ ഒരു വ്യൂ, ആ ഒരു മലയുടെ ഇടയിൽ നമ്മുടെ ആദിയോഗിയുടെ ആ ഒരു സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. പൊടിയും ഉണ്ട്, വെയിലും ഉണ്ട്. അറിയുന്നില്ല. എങ്ങനെയുണ്ട് കാണാനായിട്ട്? സെറ്റില്ലേ? ഈ യാത്രക്കിടയിൽ ഇവിടെ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചല്ലേ. അതെ, രാവിലെ ഞാനാണ് ചുമ്മാ പറഞ്ഞു ഇതിന്റെ മാറ്റർ എടുത്തിട്ട്. ഞാൻ കോയമ്പത്തൂർ വഴി പോകുന്ന പറഞ്ഞു. കോയമ്പത്തൂർ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയപ്പോഴാണ് അയ്യോ ഇവിടെയാണല്ലോ നമ്മുടെ ആദിയോഗിയുടെ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പോകുന്ന റൂട്ട് തന്നെ ഒരു 25 കിലോമീറ്റർ മാറി ആണ് ഇവിടെ സംഭവം. വണ്ടിയിൽ പോകുന്ന വിചാരിച്ചില്ലേ മൃദുലേ? ഭയങ്കര വെയില്, ശകല കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ, എന്നാലും കുഴപ്പമില്ല. നമ്മളെ വണ്ടിയിലൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിത് ആദിയോഗി സ്റ്റാച്ചുവിന്റെ അടുത്തോട്ട് എത്താറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊരു ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണെന്ന്, പക്ഷെ അല്ല. പിന്നെയാണ് ഇത് അവിടെ പോസ്റ്റർ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആദിയോഗിന് പേര് വരാൻ കാരണം അറിയോ? ശിവനെയാണ് ആദ്യത്തെ യോഗി എന്നുള്ള ഒരു ഇത് കൊടുത്തേക്കുന്നത്. യോഗയുടെ സോഴ്സ്, യോഗിക് സയൻസിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ശിവനിൽ നിന്നാ. ഇവിടെ തന്നെ 112 ഫുഡ് സ്റ്റാച്യൂസ് ഉണ്ട്. 2017 ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തോ യോഗി ജഗി വാസുദേവ് ഇത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത് ഇഷ ഫൗണ്ടേഷൻ. രാത്രി എന്ത് രാത്രി പരിപാടി ഉണ്ട് കേട്ടോ ഇവിടെ. എന്ന് ഡാൻസ്, പാട്ട്, പ്രോഗ്രാംസ്, ലൈറ്റ്. സുന്ദരതര പീനാഗധര ഹര സുന്ദരതര പീനാഗധര ഹര ഗംഗാധര ഗജ
ചന്ദ്രചൂട് ചന്ദ്രചൂട് ശിവശങ്കര പാർവതി രമണ നിനഗേ. ഹേ ഗായ്സ്, നമ്മളിത് ആദിയോഗി സ്റ്റാച്ചുവിന്റെ ഫ്രണ്ടിലാണ് സുഹൃത്തുക്കൾ നിൽക്കുന്നത്. ആൻഡ് ഇവിടെ ഇപ്പം പണിയൊക്കെ നടക്കുന്നതുകൊണ്ടാട്ടോ അകത്തോടൊന്നും കയറ്റി വിടത്തില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നല്ല ഫോട്ടോസ് വീഡിയോസ് എടുക്കാം. ആ ചാടി പറ കിട്ടും സെക്യൂരിറ്റിയുടെ. കാരണം അവിടെ പെയിന്റ് അടി പുരോഗമിച്ചോണ്ടിരിക്കുക, വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അതാണ് ഇവിടെ അവർ കയറ്റി വിടാത്ത സംഭവം. അടിപൊളി കേട്ടോ. ചന്ദ്രകലയുടെ വീഡിയോയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷെ വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച സ്ഥലമാണ്. പെട്ടെന്ന് വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ വരണമെന്ന് ആഗ്രഹിച്ച സ്ഥലം എന്തൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കിൽ എന്തൊക്കെ സംഭവങ്ങൾ എന്തോ പാമ്പിന്റെ എന്തൊക്കെ ഇതുകൊണ്ട് കാണിച്ച് ഇവിടെ എന്തൊക്കെയുണ്ട്. 7:30 തൊട്ട് ഇവിടെ ലൈറ്റ് ഒക്കെ ഷോ ആയി അടിപൊളിയാണ്. അതുപോലെ തന്നെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് ഇവിടെ. ഇവിടെ ശിവരാത്രിയുടെ അന്നൊക്കെ ഭയങ്കര പരിപാടിയാണ് മുതലേ. അതിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടായിരുന്നു. ഭയങ്കര ഒരു സ്റ്റേജ് ഫുള്ളൂടെ ജനക്കൂട്ടമാണ് ഈ മൈതാനം മൊത്തം ശിവരാത്രിയുടെ അന്ന്. ശിവരാത്രി കഴിഞ്ഞില്ലല്ലോ, ഇനി വരുമല്ലേ. ഡാൻസ് എടുത്താണ് സുഹൃത്തുക്കളെ. ഭയങ്കര ടഫായിരുന്നു കേട്ടോ. നമ്മൾ ഡാൻസ് കറക്റ്റ് കളിക്കും, പക്ഷെ ആരെങ്കിലും ഒക്കെ ഫ്രെയിമിൽ കയറും. കാരണം തിരക്കുണ്ടല്ലോ, എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഇവിടെ നിന്നൊരു റീലൊക്കെ എടുക്കുക എന്ന് പറയുന്നത് ഒരു 2-3 മണിക്കൂറത്തെ കഠിന പ്രയത്നമാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അത്ര നേരം തന്നെ നമ്മൾ ഇവിടെ എന്തൊക്കെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. സേവ് എന്തൊക്കെയോ പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ കിടക്കുവാണല്ലോ. ഓ അതെ, നമ്മളിപ്പോ ഇറങ്ങിയ നാളെ വെളുപ്പാങ്കാലൊക്കെ എത്തും. നമ്മളെങ്ങും ആയിട്ടില്ല, കോയമ്പത്തൂർ കിടക്കുന്നേ ഉള്ളൂ. ഇനിയുണ്ട് വാളയാറ് വഴി നമുക്ക് ഇന്ന് കേരളം കയറണം. നമ്മൾ ലഞ്ച് കഴിച്ചില്ല. ഇന്നത്തെ ദിവസം ഫുള്ളൊരു താളം തെറ്റി കിടക്കുമായിരുന്നു. വല്ല വഴിപാടോ വല്ല പ്രസാദോ വല്ലോ കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചോണ്ട് കഴിച്ചോണ്ട് പോവാൻ കഴിച്ചു. അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നല്ലേ. നിനക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു ആദിയോഗി? നീ കണ്ടോ? നിങ്ങൾ ഫോട്ടോ എടുക്കാൻ തന്നെ നോക്ക് കറക്റ്റ് അതിലോട്ടോ നോക്കുന്നത്. ഇവിടുന്ന് വിട്ടുവരാൻ മനസ്സില്ല. അതാണ്ട് അവിടെ ക്യാമ്പയിൻ നടക്കുന്നത്. നീ ശ്രദ്ധിച്ചാ? ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട്. ഈ ഫോറിനേഴ്സ് ഒക്കെ ശിവന്റെ ഭയങ്കര ആരാധകരാണ്. അവരെയൊക്കെ ഓഫീസിൽ ചെറിയ ചെറിയ ശിവലിംഗം ഒക്കെ ഒരു. അത് മാത്രല്ലേ കയ്യില് രുദ്രാക്ഷം, ആ വെള്ള ഡ്രസ് ഫുൾ ഇങ്ങനെ. അതെന്താ അങ്ങനെ? അപ്പൊ അതിന്റെ ഇടയിൽ ഫുള്ള് ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട് കേട്ടോ. അത് സേവ് ഓയിൽ എന്നുള്ള ജസ്റ്റ് ക്യാമ്പയിൻ നടക്കും. നമ്മളോട് വന്ന് പറഞ്ഞു സമയമില്ലാത്തോണ്ട് പോകാതെ. നന്ദി ഉണ്ട് അവിടെ, ആ അമ്പലം പോലെ കെട്ടി. നമ്മൾ അങ്ങോട്ട് പോയില്ല. അങ്ങോട്ട് എന്തൊക്കെ സംഭവങ്ങൾ നമ്മൾ രാവിലെ നോൺ വെജ് കഴിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാൻ മനസ്സും വരുന്നില്ല. ആ ഒരു സൺസെറ്റിന്റെ ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആ ഒരു മൗണ്ടൈനിൽ അടിക്കുന്നുണ്ട്. അടിപൊളിയില്ലേ, ചുറ്റും മലയും. കിടിലം വ്യൂ ആണ് കേട്ടോ. ഇവിടെ ആരെങ്കിലും ഒരെണ്ണം വന്നില്ലെങ്കിൽ വന്നു നോക്കുക, മിസ്സാക്കരുത്. അടിപൊളിയാണ്. നമുക്കതിൽ എടാ മില്ലേ എന്തെങ്കിലും സ്നാക്സ് കഴിച്ചാലാ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സൂപ്പർ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ചായ സൂപ്പർ ചായ, പക്ഷെ ഇത്രയും ശരിയുള്ളൂ. തമിഴ്നാട്ടിലെ ചായ ഇത്രയാ, അവർ ഇത്ര ചായ കുടിക്കും. എല്ലാരും ഈവനിങ് ടൈം വന്നിരിക്കുന്നേ. ഈവനിങ് ടൈം നോക്കൂ സുഹൃത്തുക്കളെ. ഇവിടെ ഇരുന്ന് യോഗ ചെയ്യുന്നവരുണ്ട്. എങ്ങനെയുണ്ട്? ആവറേജ്. അങ്ങോട്ട് എടുക്കണം, നമ്മൾ ഇങ്ങനെ എടുക്കണം, എന്നിട്ട് സവാളയിൽ ഇങ്ങനെ മുക്കണം. ഓക്കെ അല്ലേ? അതെന്താ മക്കളെ, നല്ല പാവജിയാ. എനിക്കിഷ്ടമല്ല. തമ്പുരാനെ കാത്തോണേ. കാക്കൂല്ലേ? പുറകിലുണ്ട്. ദൈവമേ കാത്തോണേ. ഇവന്മാരെ പാവബജി നിന്നിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ എത്തോളാം. ഇന്ന് വണ്ടി ഓടിക്കോളാം അങ്ങോട്ട്. കഴിക്കാൻ നീ എന്ത് പറഞ്ഞേ? ദോശ. നമ്മളൊരു കിടിലെ ഷോപ്പിംഗ് നടത്തി കേട്ടോ. ഇവിടെ എന്തോ വെളുത്തുള്ളിക്ക് 160 രൂപ കൈസ്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കോയമ്പത്തൂര്. പിന്നെ തക്കാളി 1 കിലോ 10 രൂപ. പിന്നെ ഇഞ്ചി എത്ര? 35 രൂപ കിലോ. നമ്മൾ 4 കിലോ വെളുത്തുള്ളി വാങ്ങിച്ചിട്ട് 800 രൂപയുള്ളൂ. 5 കിലോ 1 കിലോക്ക് 160 രൂപ അല്ലേ? 1 കിലോ വെളുത്തുള്ളി കഴിച്ച് 160 രൂപയുള്ളൂ കേട്ടോ. വലിയ വെളുത്തുള്ളി. എനിക്ക് നെയ്ച്ചോറ് പറഞ്ഞു കേട്ടോ. നിനക്കൊന്നും പറഞ്ഞില്ലേടാ? ചപ്പാത്തി. ദോശയോടോ? ഷെഫ് ലൈവായിട്ട് അടിക്കുന്ന പൊറോട്ട മാത്രം ഫ്ലോപ്പാ. എന്തോ ഇവൻ പറയുന്ന എല്ലാം ഫ്ലോപ്പാ. ഇവ എന്ത് ഡിഷ് പറഞ്ഞാലും ഫ്ലോപ്പാ. മരം പോലെ ഇരിക്കുന്ന പൊറോട്ട. അടിച്ച പൊറോട്ട എടുക്കാൻ പറഞ്ഞു. ലൈവ് പൊറോട്ട എന്നാ പറയുന്നത്. എനിക്ക് ഇന്നലെ ലൈവ് അടിച്ചു. ഇന്ന് ലൈവ് അടിച്ചില്ല. കഴിച്ചു വരാം കേസ്.
നമ്മൾ കണ്ടിന്യൂസ് ആയി റൺ ചെയ്ത് വണ്ടി ഓടിച്ച് മടുത്ത് വിരിഞ്ഞ സുഹൃത്തുക്കളെ. ചൂരൊക്കെ കഴിഞ്ഞ കേട്ടോ, ചടപടേന്ന് വിട്ടിഞ്ഞ് പോരുന്ന്. വണ്ടി ഒരു കോലമായി ഗൈസ്. ഇനി നാളെ കഴുകി സർവീസിന് നാളെ മറ്റന്നാൾ കൊണ്ട് കഴുകണം മൊത്തം. ഹായ്, അവനൊന്ന് ഉണർത്തു. എടോ യാത്ര മടുത്തു ഇരുന്നിരുന്ന്. വരുന്ന ഗൈസ്, സമയം 5 മണി സുഹൃത്തുക്കളെ. അങ്ങനെ ദേ നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. അമ്പോട്ടോ, അങ്ങനെ ഒരാഴ്ചത്തെ ട്രിപ്പിന് ശേഷം നമ്മൾ വീണ്ടും വീട്ടിലേക്ക്. അയ്യോ, നമ്മളെ ഈ അമ്പൂട്ടൻ്റെ നമ്മളെ ലോങ് ട്രിപ്പായിരുന്നു കേട്ടോ. ഈ കാറിലും ആദ്യത്തെ ലോങ് ട്രിപ്പ് കേട്ടോ. എണീറ്റ് കേട്ടോ, പിന്നെ പാതി ഉറക്കത്തിലെ ആശ. എണീറ്റ് വാ, നീ കയറിക്കോ, ഞാൻ സാധനങ്ങൾ എല്ലാം എടുക്കുന്നില്ല, അത്യാവശ്യം സാധനമാണ്, ബാക്കി നാളെ എടുക്കാം. ഭയങ്കര ക്ഷീണം കേട്ടോ. അയ്യോ, നമ്മളെപ്പം കയറിയതാ വണ്ടിക്കകത്ത്? രാവിലെ കയറിയതാ. ഏതാണ്ട് 500 സംതിങ് കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ച്. അടിപൊളി, കിട്ടില്ല ഡ്രൈവ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ്, ബൈ ആൻഡ് ലവ് യു.